വെൽക്കം ടു ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മുളന്തുരുത്തിയുള്ള ഓഫ് റോഡ് ട്രാക്കിലാണ്. ഇന്ന് എക്സ്പൾസിൻ്റെ XTRACKS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആൻഡ് യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ദ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഓഫ് Xpulse 4V ആൻഡ് Xpulse 4V റാലി കിറ്റ്. എന്താണേലും നമുക്ക് നോക്കാം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ Xpulse ട്രാക്കിലേക്ക് പോകുന്ന വഴി. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇത്രയും വലിയൊരു പ്രോഗ്രാം ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു ഒന്നൊന്നര പ്രോഗ്രാം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. എന്താണെങ്കിലും നമുക്ക് കയറി നോക്കാം. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ഓടിക്കാൻ പറ്റും. ഇവിടെ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ റേസ് ട്രാക്ക് ഇട്ടേക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ആംബുലൻസ് കാണാം. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലം. ഒരു ലോഡ് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്രയും പേരൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു ലോഡ് ആൾക്കാരുണ്ട്. 500-600 രജിസ്ട്രേഷൻ ഉണ്ടെന്നാണ് ഹീറോയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ XTRACKS നടത്തിയിട്ട് കേരളത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ട്രാക്ക് അറ്റൻഡ് ചെയ്യുന്നവർക്കായിട്ട് ഒരു റൈഡ് ബ്രീഫിംഗ് സെഷനും ഇവിടെ ഉണ്ട്. റൈഡ് ബ്രീഫിംഗ് സെഷൻ ഭയങ്കര സൗണ്ടാണ് കേട്ടോ മൈക്കിൻ്റെ, അതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് റൈഡ് ബ്രീഫിംഗ് സെഷൻ ഉള്ളത്. റൈഡ് ഓടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡെല്ലാം ഇവിടെ നിന്ന് ഹീറോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ രജിസ്ട്രേഷനാണ് കാര്യങ്ങൾ. നേരത്തെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇനി അടുത്ത വർഷം ഇതുപോലെ പ്രോഗ്രാം നടക്കുമെന്നാണ് തോന്നുന്നത്. ഓരോ വർഷവും നടക്കുന്നതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കൊറോണയുടെ സീൻസ് കാരണം ഇവിടെ അങ്ങനെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ട്രാക്കൊന്നും ഇല്ലായിരുന്നു. ഹീറോ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് നടത്തുന്നൊരു റൈഡാണ്. അപ്പം ഇതിന് വരുന്നവർക്ക് ജസ്റ്റ് ഹെൽമെറ്റും ബൂട്ടോ അല്ലെങ്കിൽ ഷൂസ് മണ്ടേറ്ററി ആയിട്ട് മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആമോ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം തിരിച്ചു കൊടുത്താൽ മതി. എന്താണെങ്കിലും സെറ്റ് പരിപാടിയാണ് കേട്ടോ. ഒരു അടിപൊളി പരിപാടി ഇങ്ങനെ നടത്തിയത്. കുഡോസ് ടു ഹീറോ മോട്ടോകോപ്പ്. ഫുള്ളായിട്ട് ഓടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ എന്താണേലും കാണിച്ചു തരാം. നമ്മുടെ ട്രാക്ക് കുറേ ജമ്പും കാര്യങ്ങളും കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. ടെക്നിക്കലായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ ഒരു ട്രാക്ക് തന്നെയാണിത്. ഞാനെന്തായാലും രാവിലെ ഒന്ന് ഓടിച്ചു. എന്നാലും നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓടിക്കുന്നതായിരിക്കും. പൊളി ട്രാക്കാണ് കേട്ടോ. കണ്ടോ ഇവിടെ ഒരു നല്ലൊരു ജമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരാൾക്കാണെങ്കിൽ അത്യാവശ്യം ഓടിക്കാൻ പറ്റും. എത്ര 800 മീറ്ററോ 900 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ട്രാക്ക്. പക്ഷേ നല്ല രസമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ രാവിലെ ഓടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് 4 ലാപ്പ് കിട്ടി. ഇപ്പം 2 ലാപ്പേ കൊടുക്കുന്നുള്ളതാണ് കേട്ടത്. ഫുൾ ഓർഗനൈസ്ഡ് ആണ്. പല ആൾക്കാരും ഇവിടെ ഉണ്ട് ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. എന്താണെങ്കിലും നോക്കാം. എല്ലാവരുടെയും പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. പുള്ളി അക്രമമാണല്ലോ. ട്രാക്കിലേക്ക് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. നല്ലൊരു ജമ്പാണ് കേട്ടോ. എല്ലാവരും എങ്ങനെ ചാടിക്കുന്നുണ്ടെന്ന് നോക്കാം. ജമ്പായില്ല. സ്ലോയിലൊക്കെയാണ് ഓടിക്കുന്നത്. ചാടൂല. ഓ പൊളി.
ഇപ്പോൾ ബെൻസന്റെ അടുത്ത് നിൽക്കുന്ന ആംബ്രോ ആണ്. ബെൻസന്റെ റൈഡ് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പൊളിയല്ലേ? സെറ്റ് അല്ലേ? ഇനി ആരാ ഏറ്റവും പുറകെ പോണം? ബെൻസ പുറകെ പോയാൽ മതി. എന്റെ ദൈവനെ പിടിക്കണം. ഞാൻ വിളിച്ചു കഴിഞ്ഞു. ഞാൻ വേറെ കൊടുക്കാൻ വേണ്ടി തന്നിട്ട് പോയി. ഓക്കെ, അപ്പം നമ്മുടെ ഗോപ്രോ വിഷ്വൽസ് ഒക്കെ ബെൻസൺ ആയിരിക്കും ഇനി എടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ പുള്ളിനെ പരിചയം സുധീർ ഞാനിവിടെ എത്തിച്ചേർന്നത്. ബെൻസ ഇവിടെ ഓക്കെ. സോ ഗൈസ്, നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് ബെൻസൺ ഓൺ ദ ട്രാക്ക്.
അപ്പോൾ ഗൈസ് നമ്മുടെ ആംബ്രോ ട്രാക്കൊക്കെ ഓടിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. നമുക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആംബ്രോ എക്സ്പീരിയൻസ്? ഒക്കെ ഉള്ള ഒരു ട്രാക്കാണ്. നല്ല രീതിയിൽ 4V എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇവിടെ വന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമുക്കൊരു പ്രശ്നം 2 ലാപ്പ് ഉണ്ടായുള്ളൂ. ഒരു 3-4 ലാപ്പ് ഉണ്ടായി കുറച്ചുകൂടി നല്ലോണം പുഷ് ചെയ്യാതെ ഫീൽ ചെയ്യായിരുന്നു തോന്നി. എന്തായാലും നല്ലൊരു കാര്യമാണ് ഹീറോ ചെയ്യുന്നത്. വണ്ടി കുറച്ചുകൂടെ അവെയറായിട്ട് എടുക്കാനാണെങ്കിലും എടുക്കുന്നതിന് മുമ്പ് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സാമി ശ്രീരാമയ്യർ ഇപ്പോൾ എക്സ്ട്രാക്ക് ഓടിക്കാൻ വന്നിട്ടുള്ളതാണ് കൊച്ചിയിൽ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓടിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊരു ഡിസ്പ്ലേ വണ്ടിയൊക്കെ കിട്ടിയ 2 സ്റ്റാർട്ട് ടയേഴ്സായിട്ട് ഉള്ളൊരു വണ്ടി, റാലി കിറ്റ്, ഫുൾ റാലി സ്പെക്കിൽ തന്നെ, സീറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ടിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ട്രാക്ക് നല്ല രീതിക്ക് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ചെറിയ ട്രാക്കാണെങ്കിൽ നല്ല രീതിക്കാണ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നന്നായിട്ട് ഓടിക്കാൻ പറ്റി. വണ്ടി ഹാൻഡ്ലിംഗ് ആയാലും സീറ്റിംഗ് പൊസിഷൻ എല്ലാം സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ മെയിൻ ആൾക്കാരായിട്ടുള്ള സംഗീത്, അതുപോലെ ആദി സിംഗ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഷൈൻ ചേട്ടനൊക്കെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും നമുക്ക് ഓടിച്ച് നോക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ റോഡിൽ ഓടിക്കുന്ന പോലെയല്ല. ഞാൻ ഡെയിലി റോഡ് ഓടിക്കുന്ന ആളാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ ട്രാക്കിൽ വരുമ്പോഴത്തേക്കും. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു അഗ്രഷനും അത് പറയാൻ പറ്റില്ല. സോ ആർക്കെങ്കിലും എക്സ്ട്രാക്സ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുവാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും പോയിട്ട് ഇത് ചെയ്ത് നോക്കണം. ഇറ്റ് ഈസ് റിയലി നൈസ്. പിന്നെ ഹീറോ ഇങ്ങനൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എനിക്ക് ഐ റിയലി ഗിവ് ദം എ ഹാറ്റ്സ് ഓഫ്. കാരണം വളരെ കോർഡിനേറ്റഡ് ആണ് ഈ ഇവൻറ്റ്. നമുക്ക് ബ്രീഫിംഗ് ആയാലും അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ റൈഡ് ചെയ്യാൻ വിളിക്കുന്നതാണേലും ഇറ്റ്സ് ഓൾ വെരി കോർഡിനേറ്റഡ്. നല്ല രീതിയിലാണ് ഇവരിത് നടത്തുന്നത്. സോ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം ഓഫ് ഹീറോ. ട്രാക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ട്രാക്കിൻ്റെ ഡിച്ചും കാര്യങ്ങളും. ഓക്കെ, ട്രാക്കിനെ പറ്റി പറയുവാണെങ്കിൽ കറക്റ്റായിട്ട് ഡിച്ചസ് ഉണ്ട്, സൈഡ് വാൾസ് ഉണ്ട്. എക്സാക്ട്ലി ഒരു ട്രാക്ക് പോലെ, ഒരു എൻഡ്യൂറോ ട്രാക്ക് എങ്ങനെയാണോ വരിക അങ്ങനെ തന്നെയാണ് ഈ ട്രാക്ക് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി വുൾഫ് ട്രെയിൽസ് ഇവിടുത്തെ ഒരു ഈ ഏരിയയിൽ ഉള്ളൊരു ട്രാക്ക് ആണ്. ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടുള്ളതാണ്. അറിയുന്ന ട്രാക്ക് ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. പരിചയമില്ലാത്തൊരു ട്രാക്കിന്. പക്ഷെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹീറോയുടെ ഫുൾ ടീമുണ്ട്. അവർ വളരെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാ പോയിൻറ്റ്സിലും ഇവരുടെ കോഷൻ ഫ്ലാഗ്സ് ഉണ്ട്. അതുപോലെ എല്ലാ പോയിൻറ്റ്സിലും ആൾക്കാർ നിന്ന് നമ്മൾ വീഴുമോ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കെങ്കിലും ഓടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാക്സ് എവിടെയെങ്കിലും കേട്ടാൽ പോവുക, ഓടിച്ച് നോക്കുക, ഡു എക്സ്പീരിയൻസ്. കാരണം എക്സ്പൾസ് ഒരു ഡേർട്ട് ബൈക്കാണ്. ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ ആ ബൈക്കിൽ നമുക്ക് എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇതിനു മുമ്പ് എക്സ്പൾസ് കാർബാണ് ഓടിച്ചേക്കുന്നത്, ഇപ്പം 4 വാൾവാണ് ഓടിച്ചേക്കുന്നത്. എന്താ ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി പവറാണ്. നമുക്ക് ഞാൻ ഓടിച്ച വേർഷൻ അന്ന് ഞാൻ കുറേ വീണൊക്കെ ഓടിച്ചത്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ വണ്ടി ഓഫായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് ആ പ്രശ്നമില്ല. പവർ ഉള്ളതുകൊണ്ട് വണ്ടി തന്നെ കയറി പോയിക്കോളും. ഇപ്പോൾ ഇവിടുത്തെ ഹില്ല് എടുക്കുന്നതാണെങ്കിലും പിന്നെ വളവുകളിലാണെങ്കിലും ടേൺസ് ഒക്കെ എടുക്കുന്നതാണെങ്കിലും നല്ല സുഖമായിട്ട് നമുക്ക് എടുത്തെടുത്ത് പോരാൻ പറ്റുന്നുണ്ട്. അത് ഈ 4 വാൽവിന് പവർ കൂടുതലായതുകൊണ്ട് നമ്മൾ പയ്യെ ഒന്ന് കൈ കൊടുക്കുമ്പോൾ തന്നെ ഡിച്ച് എടുക്കുമ്പോഴാണെങ്കിലും പിന്നെ ജമ്പ് പോകുമ്പോഴാണെങ്കിലും പവറുണ്ട്. വണ്ടിക്ക് കയറി പോയിക്കോളും. കുഴപ്പമൊന്നും തോന്നിയില്ല. സുഖമായിട്ടാണ് തോന്നിയത്. ദിസ് ഇസ് മോർ കംഫർട്ടബിൾ നമുക്ക് ട്രാക്കിൽ ഓടിക്കാനായിട്ട്. ഇല്ല, ജസ്റ്റ് 1.5 years. ഞാൻ ആക്ച്വലി എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ. ഞാൻ വർക്ക് ചെയ്യാണ് ഒരു കമ്പനിയിൽ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഐ ഓൺ എ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350. അതാണ് എൻ്റെ വണ്ടി. അതാണ് ഞാനിവിടെ കയറ്റിയേക്കണേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എക്സ്പൾസ് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. ബിക്കോസ് അത് അത്രയും ബൾക്കി ആയിട്ടുള്ളൊരു വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് പവറുണ്ട്. നല്ല പവറാണ്. വണ്ടി ചുമ്മാ കയറി പോയിക്കോളും. പക്ഷേ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. പക്ഷേ ഇതങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. യെസ്, എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, എക്സ്പ്ലോർ വിത്ത് AJ ഈസ് അനുപമ ജോൺസൺ ഉള്ളി. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, നമ്മുടെ എക്സ്പ്ലോർ വിത്ത് AJ എന്ന് തന്നെയാണ് അതിൻ്റെയും പേര്. സോ നിങ്ങൾ അതിലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഇതെല്ലാം ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. നമ്മളിങ്ങനെ ഇവൻറ്റ്സും ഇതെല്ലാം ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു യൂസ് ഉള്ളൂ. സോ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ കണ്ടൻറ്റും ഇങ്ങനത്തെ ഇൻഫർമേഷൻസും. താങ്ക് യു. നമ്മളുടെ ഈ ഇവൻറ്റിന് വേണ്ടി നമ്മളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താണ് ചെയ്തത്. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ കൗണ്ടർ, നമ്മൾ ആംബുലൻസ് വരെയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇവൻറ്റിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ആംബുലൻസ് വരെയും പ്രിപ്പയർ ഉണ്ട്. ഇവൻറ്റ് എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഡിസ്പ്ലേ വേണ്ടി റാലി കിറ്റ് എഡിഷൻ ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ എക്സ്പൾസ് എല്ലാ മോഡൽസും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
ഓൾമോസ്റ്റ് റൈഡേഴ്സിന് ബ്രീഫിംഗ് സെഷൻ ഉണ്ട് റൈഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും മുമ്പ്. അതുകൊണ്ട് റൈഡ് ട്രാക്ക് ഓടിച്ചു വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഫീഡ്ബാക്ക് സെഷനും അതുപോലെ തന്നെ റിഫ്രഷ്മെൻറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാക്സ് കൊച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവൻറ്റ് ഇൻ ഇന്ത്യ, ഏറ്റവും ബെസ്റ്റ് രജിസ്ട്രേഷൻ ആയിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, നത്തിങ് ടു സേ, ജസ്റ്റ് സീ ദ ക്രൗഡ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പൊളി മൂഡ്, അതത്രേ ഉള്ളൂ. പിന്നെ ഞാൻ 2 തവണ ട്രാക്ക് പോയി. 2 തവണ ട്രാക്ക് പോയിൽ ഫസ്റ്റ് ടൈം എനിക്ക് അത്രയ്ക്ക് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ട്രാക്ക് ഭയങ്കര ടെക്നിക്കൽ ട്രാക്സ് ആണ്. സോ ഡിച്ചസ് ഉണ്ട്, പിന്നെ ജംപ്സ് ഉണ്ട്, എല്ലാം ടെക്നിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം അങ്ങനെ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ രണ്ടാമത്തെ തവണ പോയത് പൊളി മൂഡ് അമ്പാടിയായിരുന്നു. വെറുതെ മൂടാക്കി കളഞ്ഞ്. കാരണം ജമ്പ് കിട്ടി, ഡിച്ചസൊക്കെ ടേക്ക് ചെയ്യാൻ പറ്റി, കോർണേഴ്സ് പറ്റി, സൈഡ് ബോൾ പറ്റി, എല്ലാം പറ്റി. അപ്പോൾ പിന്നൊരു കാര്യം, ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഹിമാലയൻ ഫ്ലിക്കബിൾ അല്ല ഒട്ടും. 4V അല്ലെങ്കിൽ റാലി കിറ്റ് എന്ന് പറയുന്ന എക്സ്പൾസ് പൊളിയായിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഹിമാലയനാണ് യൂസ് ചെയ്യുന്നത്. റാലി കിറ്റിലോട്ട് മാറാൻ പ്ലാൻസ് ഉണ്ട്. വൈകാതെ മെഗാ മോട്ടോസിൽ നിന്ന് ചാടുന്നതായിരിക്കും ഒരെണ്ണം. അങ്ങനെ പിന്നെ ആദ്യമേ ഹീറോ മോട്ടോ കോർപ്പിനും മെഗാ മോട്ടോസിനും ഒത്തിരി താങ്ക്സ് പറയുന്നത്. കാരണം ഇങ്ങനൊരു ഇവൻറ്റ് കൊച്ചിയിൽ അതും ഈ ഒരു ടൈമിൽ നടത്താൻ പറ്റിയതിന് ഒരുപാട് താങ്ക്സ് പറയണം. ഇതുപോലൊരു എക്സ്പീരിയൻസ് എല്ലാ റൈഡേഴ്സിനും കിട്ടി. ഒരുപാട് ലീഡർ റൈഡേഴ്സ് ഉണ്ടായിരുന്നു, അവർക്കും കിട്ടി. അങ്ങനെ അപ്പോൾ പൊളി മൂഡ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു റൈഡ്, ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. ഇങ്ങനത്തെ ഒരു റൈഡിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഇതുവരെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടൊന്നും, കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്ന ഒരു എന്താ പറയുക, ബൈക്കിൻ്റെ കമ്പനി ഇതുപോലൊരു ഇവൻറ്റ് നടത്തുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണത്, ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എന്തായാലും റൈഡ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്തായാലും താങ്ക് യു ഹീറോ മോട്ടോകോർപ്പ് ആൻഡ് മെഗാ മോട്ടോഴ്സ്. താങ്ക് യു. ഞാൻ മുളന്തുരുത്തിയാണ് സ്വദേശം. അപ്പോൾ ട്രാക്ക് ഇപ്പം ഈ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. ഈ ട്രാക്ക് ഒരു 600 മീറ്റേഴ്സ് ഒരു ലാപ്പ് ഉണ്ട്. നമ്മളൊരു എൻഡ്യൂറോ ടൈപ്പ് ട്രാക്കാണ് ബിൽഡ് ചെയ്തേക്കണത്. വളരെ ടെക്നിക്കലാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഒരു ബിഗിനർ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ട്രാക്കാണ്. എന്നാൽ അത്യാവശ്യം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റാംസും ഡിപ്സും സൈഡ് വാൾ ആൻഡ് ബാങ്കിങ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. സോ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്ന. മരങ്ങളൊന്നും മുറിക്കാതെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോൺ പോലെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ യൂഷ്വൽ പ്രാക്ടീസസ് ഒക്കെ നടക്കുന്നത് സൺഡേയ്സ് മാത്രമാണ്.